ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് യാത്രാ വീഡിയോസ് അല്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട. ബാക്ക്ഗ്രൗണ്ട് ഒരു പൊളിഞ്ഞ ഒരു എന്താ പറയുക, ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റേ ഒരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എപ്പോഴും ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ മാറ്റർ. നമുക്ക് മാറ്റർക്ക് വരാം. നമ്മളിന്ന് വരുന്നത് നല്ല അടിപൊളി ഒരു CV ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൊണ്ടാണ് ഇന്ന് വരുന്നത്. എനിക്ക് ഒരു CVൻ്റെ അത്യാവശ്യം വന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് എനിക്കൊന്നും പെട്ടെന്ന് റെഡി ആയില്ല. കാരണം അവരെന്നോട് പറഞ്ഞു അടുത്ത ദിവസം ആവട്ടെ, അല്ലെങ്കിൽ നാളെ ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വിട്ടരാം, അല്ലെങ്കിൽ മറ്റന്നാൾ വിട്ടരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ യൂട്യൂബിലും ഇതിലൊക്കെ തിരഞ്ഞു എനിക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത് അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ CV നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഇരുന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ആർക്കും ചെയ്യാം. ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ഒരു ആപ്ലിക്കേഷൻ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ക്യാൻവ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്. ആപ്പ് സ്റ്റോറിലും അതേപോലെ പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് ലഭ്യമാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്യാൻവ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു ഫേസ് ആയിരിക്കും. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിൻ്റെ മുകളിലുള്ള ഈ ബാറുകളൊക്കെ നീക്കി നമുക്ക് കാണാൻ കഴിയും. അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ഫോർ യു എന്ന് പറഞ്ഞ സംഭവങ്ങൾ അതിലാണ് എടുക്കേണ്ടത്. അതേപോലെ അതിൻ്റെ തൊട്ടുപുറത്ത് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അതിൽ നമുക്ക് ഇതേമാതിരി ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ, നമുക്ക് റീൽസുകൾ ചെയ്യാൻ, അതേപോലെ ഫേസ്ബുക്ക് കവർ പേജ് ചെയ്യാൻ, പിന്നെ യൂട്യൂബിൻ്റെ തംബ്നെയിൽസ് ചെയ്യാൻ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്കൊരു ദിവസം ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്യൂം എന്ന് കാണാം. നമുക്ക് അതിൽ ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യുക. ഇതിൽ ഒരുപാട് റെസ്യൂംസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. നമുക്കിതിൽ ഏത് മോഡലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മോഡൽ എന്ത് ചെയ്യുക, നമുക്കിതിൽ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഓരോന്ന് മാറ്റി കൊടുക്കാം. ഇതിൽ പേര്, അതുമാതിരി നമ്മുടെ ഫോട്ടോ, പിന്നെ നമ്മളെ പ്രൊഫൈൽ, കോണ്ടാക്റ്റ്, പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, എല്ലാ സംഭവങ്ങളും നമുക്കിതിൽ മാറ്റി കൊടുക്കാം. ഇതൊക്കെ നമുക്കിവിടെ കാണാം. ഇത് പ്രത്യേകിച്ച് ഹാർഡ് ആയിട്ട് ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ സപ്പോസ് നമുക്ക് നമ്മുടെ ഫോട്ടോ ആണ് മാറ്റി കൊടുക്കേണ്ടത് വെച്ചാൽ ഫോട്ടോത്തിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീപ്ലേസ് എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടാകും. ആ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിൽ നമ്മുടെ ഫോട്ടോസ് ഉണ്ടാകും. ഇതിൽ ഫോണോ ഗാലറിയിലത്തെ ഫോട്ടോസ് അത് ഇതിലേക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊടുന്ന് എന്നിട്ട് നമ്മൾ ഫോട്ടോ ഇതിൽ റൗണ്ടിൽ കൊടുന്ന് ഫോട്ടോത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ പിന്നെ അലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പേരിൽ ക്ലിക്ക് ചെയ്തു. പേര് ഇതേപോലെ തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മളെ പേര് കറക്റ്റായിട്ട് ഇതിൽ അടിച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് അലൈൻ ചെയ്യാം. അതിൽ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അവിടെ തന്നെ. അതേപോലെ നമ്മൾ പേര് കൊടുത്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിൽ എന്താണോ എന്നുള്ളത് നമ്മൾ കൊടുക്കുക. നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതെന്ന് വെച്ചാൽ എന്ത് CV ആണ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളതിന് അവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഫോണ്ടുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻസ് എന്നായിരുന്നു, ഞാനത് സെയിൽസ് മാനേജർ എന്നാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഫോണ്ടുകൾ മാറ്റാം, ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ CV ആകുമ്പോൾ ഇതിന് വേറെ കളറുകളൊന്നും കൊടുക്കില്ലല്ലോ. ബ്ലാക്ക് ആയിട്ട് തന്നെയൊക്കെ നമ്മൾ കൊടുക്കുക. അതിൻ്റെ രീതിയിൽ തന്നെ കൊടുക്കും. ഫോണ്ടും വലിയൊരു ഓവറായിട്ടുള്ളൊരു ഇതൊന്നുമില്ലാതെ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് കൊടുക്കാം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് സൂം ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങൾ ഇതിൽ കാണാം. നമുക്കത് അതിൽ കോണ്ടാക്റ്റ് എന്നുള്ള ഈ കോണ്ടാക്റ്റ് മീ എന്നുള്ളിടത്ത് നമ്മുടെ നമ്പർ നമുക്ക് അടിച്ചെടുക്കാം. അതിൻ്റെ അടുത്ത് പിന്നെ നമ്മളെ ഇമെയിൽ ID, അതേമാതിരി നമ്മുടെ ലൊക്കേഷന്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതൊന്നും പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ഭാരമുള്ള പണിയൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണുള്ളൂ. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സെലക്ഷൻ ആവും. പിന്നെ നമുക്ക് അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഫോണ്ടിൻ്റെ കളറ്, അതേപോലെ ഫോണ്ട്, ഇതൊക്കെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. അതേപോലെ ഇതിൽ മൊത്തം മാറ്റാം. നമുക്കിപ്പോൾ ഈ പച്ച നിറത്ത് കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും മാറ്റി കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു കളറിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്.
CV നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ അടുത്തടുത്ത് വെക്കുക. നമ്മളെ കോൺടാക്റ്റ് നമ്പർ ആണെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ CV ചെയ്യാൻ. കാരണം ഇത് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കറക്റ്റായി അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റിപ്പോവുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒക്കെ അടുത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് CV ചെയ്ത് തുടങ്ങാം. അപ്പോൾ CV നമ്മൾ കൊടുക്കുമ്പോൾ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക, സത്യസന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി തന്നെ അതൊരു നഷ്ടപ്പെടാൻ തന്നെ അത് സാധ്യത ഉണ്ട്. അതിനുശേഷം നമ്മൾ തൊട്ട് പുറത്തോ അത് വന്ന് അവിടെ വന്നിട്ട് നമുക്കത് ലാംഗ്വേജ്, നമുക്ക് എന്തൊക്കെ ലാംഗ്വേജ് അറിയാം എന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാം. അതേപോലെ നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് ഇതിലാകെ 2 ലാംഗ്വേജേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പ്ലസ് ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് ആഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ അത് 2 ഉള്ളത് 3 ആക്കാം. വീണ്ടും ഒരു +1 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ കിട്ടും. അങ്ങനെ നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കിട്ടും. പിന്നെ നമുക്കതൊക്കെ അലൈൻ ചെയ്യാം. നമുക്കതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് അലൈൻ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുന്ന ആ സമയത്ത് നമുക്ക് അവിടെ ശരിക്ക് കാണാം, ഇത് അലൈൻമെൻറ്റ് അവിടെ ശരിക്ക് കാണിക്കും. അവിടെ ഒരു സ്കെയിൽ പോലെ ജസ്റ്റ് കാണിക്കും. അങ്ങനെ ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല. ഏകദേശം നമുക്ക് 1-2 എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള രീതി അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണിച്ചെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് പിന്നെ ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്തിട്ട് PDF സ്റ്റാൻഡേർഡ്, അത് നമുക്ക് ഒരുപാടുണ്ട്. PDF പ്രിൻ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, PNG JPG ഒക്കെ ഉണ്ട്. സാധാരണ നമ്മൾ CV ഉണ്ടാക്കുമ്പോൾ അത് PDF ആയിട്ടാണ്. അപ്പോൾ നമ്മൾ PDF സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺലോഡ് കൊടുക്കുക. അങ്ങനെ ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഇത് നമുക്ക് എയ്ക്കാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നമ്മളിത് സേവ് ടു ഫയൽ കൊടുക്കുക. സേവ് ടു ഫയൽ കൊടുത്തിട്ട് നമുക്കിത് എൻ്റെ പേര് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പേര് മാറ്റി കൊടുക്കാം. ആ പേര് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് ഡണ്ണ് കൊടുക്കാം. ഞാനിതിലൂടെ ഇതിൻ്റെ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ റിഷാദുദ്ദീൻ പിന്നെ SSS എന്നുള്ളൊരു സംഭവമാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സേവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സംഭവം വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത്രേ ഉള്ളൂ. CV അപ്പോൾ നമുക്ക് ആരുടെ കയ്യും കാലും പിടിക്കാൻ പോകേണ്ട, നമുക്ക് തന്നെ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഇതാ നമ്മുടെ സേവ് ചെയ്ത ഫയൽ ഇതാക്കണം അവിടെ കാണുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നിവിടെ പറഞ്ഞു വരുന്ന മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിഷു എപ്പിക്കാട്.